ശത്രുക്കളെ പോലെ നടന്നിരുന്ന രണ്ട് കമ്പനികളാണ് ആപ്പിളും ഗൂഗിളും. റീസെൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആപ്പിളും ഗൂഗിളും ചില കാര്യങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് എന്നുള്ളത്. രണ്ടാമത്, എന്തുകൊണ്ട് ഗൂഗിളിനെ തിരഞ്ഞെടുത്തു? ഓപ്പൺ എ ഐ പോലുള്ള മറ്റ് കമ്പനികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഗൂഗിളിനെ ആപ്പിൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്, ഒരു തരത്തിലുള്ള ആശങ്കയാണ്. അതായത് നമ്മളെല്ലാവരും, മിക്ക ആളുകളും ആപ്പിൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് അവർ നൽകുന്ന പ്രൈവസിയാണ്. അപ്പോൾ ഗൂഗിളുമായിട്ട് ഇത്തരത്തിലുള്ളൊരു ടൈപ്പിലെത്തുമ്പോൾ തങ്ങളുടെ പ്രൈവസിക്ക് കോട്ടം വരുമോ അല്ലെങ്കിൽ ഭംഗം വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് മൂന്നാമത്. നാലാമത്, ആരാണ് ഇതിലൂടെ നേട്ടം കൈവരിക്കുന്നത്? ഗൂഗിളാണോ നേട്ടം കൈവരിക്കുന്നത്, ആപ്പിളാണോ നേട്ടം കൈവരിക്കുന്നത്, അതോ രണ്ടുമാണോ നേട്ടം കൈവരിക്കുന്നത്? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 ആപ്പിൾ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് വളരെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉപയോഗിച്ചവർക്ക് അറിയാൻ സാധിക്കും, സിറി അത്ര എക്സ്പെക്റ്റഡ് പെർഫോമൻസ് അല്ല പെർഫോം ചെയ്യുന്നത്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് സിറി വെച്ചിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതേ സമയത്ത് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ജെമിനായി പോലത്തെ ചാറ്റ് ബോട്ടുകൾ അല്ലെങ്കിൽ AI ഹൈ ലെവലിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കിയാൽ സാധിക്കും. ജെമിനായി റീസെൻ്റ് ആയിട്ട് മലയാളത്തിലൊക്കെ ഹൈ പ്രിസൈസ് ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ജെമിനായിനൊക്കെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് മൊബിലിറ്റി കൂടുതലാണ്. അതായത് നമുക്ക് സിറിയിലൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻപുട്ടുകളാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കുക. എന്നാൽ ജെമിനായിലൊക്കെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയകൾ തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ സാധിക്കും. ടെക്സ്റ്റുകൾ കൊടുക്കാൻ സാധിക്കും, ഓഡിയോകൾ കൊടുക്കാൻ സാധിക്കും, വീഡിയോകൾ കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിൽ തങ്ങളൊപ്പം കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ബഹുദൂരം മുന്നിലും തങ്ങൾ ബഹുദൂരം പിന്നിലാകുന്ന ഒരു ആശങ്ക ആപ്പിളിനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ രണ്ട് തരത്തിലുള്ള ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, ഈ ഒരു രീതിയിലുള്ള സംവിധാനം നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ പോലത്തെ കമ്പനികൾ ഇത്തരത്തിലുള്ള അവരുടെ ഇൻ്റലിജൻസിന് ലീസിന് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ എന്താ വെച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം നിർമ്മിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സമയം വേണം. രണ്ടാമത്, ഡാറ്റ ഫാമുകൾ നിർമ്മിക്കണമെങ്കിൽ ഒരുപാട് പൈസയും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ച് വരുമ്പോഴത്തേക്കും ജെമിനായി പോലത്തെ മറ്റ് AI ഇൻ്റലിജൻസ് ബഹുദൂരം, ഗൂഗിളിൻ്റെ ഒക്കെ ഇൻ്റലിജൻസ് ബഹുദൂരം മുന്നിലാവും. തങ്ങളുടെ കസ്റ്റമേഴ്സിന് അത് ഭയങ്കര ഡിസാറ്റിസ്ഫൈ ചെയ്യും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ആപ്പിൾ ഇത്തരത്തിലുള്ള ഗൂഗിളുമായിട്ടൊരു ടൈപ്പിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടൈപ്പിലൂടെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. ഒന്ന്, ഇനി നെക്സ്റ്റ് സിറിയിൽ വരുന്ന അപ്ഡേറ്റ്സ്, അത് സിറി 2.0 അല്ലെങ്കിൽ 3.0, അതിൽ ജെമിനായി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും അതിൻ്റെ പെർഫോമൻസ് വരിക. അപ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ സിറി തന്നെ അതിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇൻ്റലിജൻസ് വെച്ച് ചെയ്യും. എന്നാൽ ഹൈ ടാസ്കുകൾ പെർഫോമൻസ് ചെയ്യുന്നത് ജെമിനായി വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു മാറ്റം. രണ്ടാമതായിട്ട് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഒരു ടൈപ്പിലൂടെ ആപ്പിൾ തങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരു AI ഇൻപുട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, തങ്ങളുടെ കസ്റ്റമേഴ്സ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട രണ്ടാമത്തെ ഒരു നേട്ടം. ഇനി അടുത്തുണ്ടാകുന്ന നമുക്കൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഗൂഗിളിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഓപ്പൺ AI പോലത്തെ കമ്പനികൾ അവിടെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഗൂഗിളിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, അടിസ്ഥാന സൗകര്യം ഗൂഗിളിൻ്റെ അത്ര ഓപ്പൺ AIക്ക് ഇല്ല എന്നുള്ളതാണ്. ഓപ്പൺ AI തന്നെ പല കാര്യങ്ങളും മൈക്രോസോഫ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ടതാണ്. ഇതും ആപ്പിളും ഓപ്പൺ AIയും തമ്മിലുള്ള ഒരു അകൽച്ച കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. അതായത് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡാറ്റ ഫാമുകളും ഡാറ്റ സെൻറ്റേഴ്സും ഉണ്ട്, കപ്പാസിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ഇൻ്റഗ്രേഷനിലൂടെ ഏകദേശം 200 കോടിയിലധികം കസ്റ്റമേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ ഗൂഗിൾ പോലത്തെ മറ്റൊരു കമ്പനി ഇല്ല എന്നുള്ളതാണ് ഗൂഗിളിനെ തിരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. പിന്നെ രണ്ടാമത്, റിലയബിലിറ്റിയാണ്. അതായത് തങ്ങൾക്ക് തങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലയൻറ്റിന് അല്ലെ ഈ ഒരു കസ്റ്റമേഴ്സിനെ ഒരു കമ്പനിക്ക് കൊടുക്കുമ്പോൾ തങ്ങളിൽ അവർ റിലയബിൾ ആണ്, അവർ ചീറ്റ് ചെയ്യൂല, തങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യൂല എന്നുള്ള ഒരു വിശ്വാസമാണ് ആപ്പിളിന് ഗൂഗിൾ തിരഞ്ഞെടുക്കുന്നതിലേക്ക് നയിച്ചത്. അടുത്തത്, കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന ആശങ്കയാണ്. അതായത് തങ്ങളുടെ പ്രൈവസി ഇതിലൂടെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക കുറേ ആളുകൾക്ക് ഉണ്ടാകും ഗൂഗിളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. ശരിക്കും അതിനും ആപ്പിൾ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇവർ ഈ ഒരു പ്രവർത്തനത്തിന് ഹൈബ്രിഡ് മോഡൽ രീതി
എന്നുള്ളതാണ് അവർ അവലംബിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു യൂസർ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചോദിച്ചു, അപ്പോൾ സിറി തന്നെ അതിൻ്റെ ഇൻ്റലിജൻസ് വെച്ചിട്ട് അതിനൊരു റെസ്പോൺസ് കൊടുക്കും, അല്ലെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കും. എന്നാൽ ചില കോണ്ടെക്സ്റ്റുകൾ ഹൈ ഇൻ്റലിജൻസ് ആവശ്യമുള്ള സമയത്ത് ഈ സിറി എന്ത് ചെയ്യും, ജെമിനിയുടെ സഹായം തേടും. അപ്പോൾ ഈ ഒരു സഹായം തേടുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റകൾ ജെമിനിയിലേക്ക് അല്ലെങ്കിൽ ഗൂഗിളിന് കൊടുക്കുക. അപ്പോൾ അവിടെ ആ ഡാറ്റകൾ കൃത്യമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആപ്പിൾ ഒരു പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടർ, അതായത് ഇതിന് പറയുന്നത് ബ്ലൈൻഡ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു യൂസറിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഒഴിവാക്കിയിട്ട് എന്താണോ ചോദിച്ച ചോദ്യം അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിന് അല്ലെങ്കിൽ ജെമിനി ഇൻ്റലിജൻസിന് കൈമാറുന്നത്. അപ്പോൾ അതുവഴി ശരിക്ക് ഈ ഒരു യൂസറിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഗൂഗിളിന് ലഭിക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു യൂസർ ലോഗും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുവഴി നമ്മളെ ട്രാക്ക് ചെയ്യുന്നത്, അതായത് പലപ്പോഴും നമ്മുടെ ഡാറ്റ ചോർന്നിട്ട് നമ്മളെ തന്നെ പറ്റിക്കുന്ന അത്തരത്തിലുള്ള അവസ്ഥകൾ ഈ ഒരു ബ്ലൈൻഡ് ഹാൻഡ് ഓഫ് വഴി ഒഴിവാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടൈപ്പിലൂടെ യൂസർ കിട്ടുന്ന മറ്റൊരു നേട്ടം കൂടിയുണ്ട്. അതായത് മുമ്പ് സിറിയിലൊക്കെ നമ്മൾ ആപ്പിൾ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ അത് ഓൺ ഡിവൈസിലാണ് അതിൻ്റെ പെർഫോമൻസ് നടക്കുന്നത്. അപ്പോൾ അത് പലപ്പോഴും അതിൻ്റെ പെർഫോമൻസിനെയും അതിൻ്റെ ബാറ്ററിയും ഒക്കെ സാരമായിട്ട് ബാധിക്കാറുണ്ട്. എന്നാൽ ജെമിനിയുമായിട്ട് അല്ലെങ്കിൽ ഗൂഗിളുമായിട്ടുള്ള ഈ ഒരു ഇൻ്റഗ്രേഷനിൽ നമ്മൾ ഹൈ ഇൻ്റലിജൻസ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് സെർവറിലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിയുടെ പെർഫോമൻസ് കൂടുന്നതിന് കാരണമാകും. പക്ഷേ അത് അറ്റ് ദ സെയിം ടൈമിൽ ഓൺ ഡിവൈസിൽ നടക്കുമ്പോൾ എന്തെങ്കിലും പ്രോസസ്സ് നടക്കുമ്പോൾ ക്വിക്കായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടിയിരുന്നു. ഈ ക്ലൗഡിൽ അല്ലെങ്കിൽ സെർവറിൽ ഇതിൻ്റെ പ്രവർത്തനം നടക്കുമ്പോൾ അത് 1 സെക്കൻഡ് മുതൽ 3 സെക്കൻഡ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുത്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്നുള്ള ഒരു കോട്ടം നമ്മളിവിടെ എന്ത് ചെയ്യണം, എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കാണ് ഇതിലൂടെ നേട്ടം കൊയ്യുന്നത് എന്നുള്ളതാണ്. ആപ്പിളിനാണോ ഇതിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത്, അതോ ഗൂഗിളിനാണോ ഇതിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം $1 ബില്യൺ ഈ ഒരു ലീസ്, അതായത് ജെമിനിയുടെ AI ഇൻ്റലിജൻസ് ഉപയോഗിക്കാനുള്ള ചാർജായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ ഇവിടെ ആപ്പിളിന് കിട്ടുന്ന ഒരു ലാഭം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള സെർവറുകളോ ഡാറ്റ ബാങ്കുകളോ ഡാറ്റ ഫാമുകളോ ഒക്കെ നിർമ്മിക്കുന്ന അതിന് പകരം അതിന് ഒരുപാട് എന്ത് ചെയ്യണം, സമയവും ആവശ്യമാണ്, പൈസയും ആവശ്യമുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലീസിന് എടുക്കുന്നത് ലാഭമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ നേട്ടം ആപ്പിളിന്. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ തങ്ങളുടെ യൂസേഴ്സിനെ നഷ്ടപ്പെടുന്ന ആ ഒരു മൊമെൻറ്റ് ഇല്ലാതാക്കുക, അതായത് തങ്ങളുടെ യൂസേഴ്സിന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള ഇൻ്റലിജൻസിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആപ്പിളിന് കിട്ടുന്ന നേട്ടം എന്നുള്ളത്. എന്നാൽ അതേ സമയത്ത് ഗൂഗിളിന് കിട്ടുന്നൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഈ 200 കോടിയിലധികം ആളുകളിലേക്ക് തങ്ങളുടെ ഇൻ്റലിജൻസിനെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടം. കാരണം ഈ ഒരു ആപ്പിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എലൈറ്റ് ആയിട്ടുള്ള യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള യൂസേഴ്സിനെ കൂടി തങ്ങൾക്ക് കിട്ടുക എന്നുള്ള വലിയൊരു നേട്ടമാണ് ഗൂഗിളിന് കിട്ടുന്നത്. രണ്ടാമത് ഗൂഗിളിന് കിട്ടുന്ന നേട്ടം എന്താ വെച്ചാൽ ഇതൊരു അംഗീകാരമാണ്. അതായത് ഓപ്പൺ AI തങ്ങളുടെ ചുവടുകൾ ആദ്യം വെച്ചെങ്കിലും ഗൂഗിള് ഇതിനെല്ലാം ഓവർകം ചെയ്തു, ഞങ്ങളാണ് ഏറ്റവും മുകളിൽ എന്നുള്ള ഒരു സാമ്രാജ്യത്വം അല്ലെങ്കിൽ തങ്ങളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടിയാണ് ഇതിലൂടെ തെളിയിക്കുന്നത് എന്നുള്ളതാണ് ഗൂഗിളിന് കിട്ടുന്ന രണ്ടാമത്തെ നേട്ടം. അടുത്തതായിട്ട് ഈ ഒരു മാറ്റങ്ങൾ എപ്പോഴാണ് ആപ്പിളിൽ റിഫ്ലക്റ്റ് ആവുക എന്നുള്ളതാണ്. ഫെബ്രുവരി പകുതി ആകുമ്പോഴേക്കും ഒരു ബീറ്റ വേർഷൻസ് കിട്ടും. മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കാണ് ഇതിൻ്റെ ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻസ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ടൈപ്പ് ഒരു തരത്തിൽ വളരെ പോസിറ്റീവാണ്. കാരണം എന്താ വെച്ചാൽ ആപ്പിൾ പോലത്തെ നല്ലൊരു ഹാർഡ്വെയർ അല്ലെങ്കിൽ നല്ലൊരു ഡിവൈസും ഗൂഗിൾ പോലത്തെ നല്ലൊരു ഇൻ്റലിജൻസും നല്ലൊരു ബ്രെയിനും കൂട്ടിയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് യൂണീക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ സംവദിക്കുന്നുണ്ട്. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതായത് ഇത് നിങ്ങളിപ്പോഴും ആശങ്കപ്പെടുന്നുണ്ടോ അതോ നിങ്ങൾ ആപ്പിൾ ഇൻ്റലിജൻസ് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ താഴെ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.